പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് UDF-നും കോൺഗ്രസിനും 3-4 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയൊക്കെ അധികം കിട്ടിയപ്പോഴേക്കും വീണ്ടും കേരളത്തിൽ പഴയ കലാപരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തമ്മിൽ തല്ല്, രണ്ട് ജാതി മതവും തിരിച്ചുള്ള വീതം വെപ്പ്. വാർത്തയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാണും. തൊടുപുഴയിൽ പ്രതിഷേധ പോസ്റ്റർ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് പ്രതിഷേധം. റബ്ബർ സ്റ്റാമ്പ് അധ്യക്ഷയെ തൊടുപുഴയ്ക്ക് വേണ്ടെന്നാണ് പോസ്റ്റർ. കൊച്ചിൻ കോർപ്പറേഷന്റെ മേയർ സ്ഥാനം എന്തായാലും ലത്തീൻ സഭയ്ക്ക് വേണം. തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ മേയർ സ്ഥാനം വേറെ ഏതോ സഭയ്ക്ക് വേണം. അവിടെയൊക്കെ ജയിച്ചു വന്ന KPCCയുടെ ജനറൽ സെക്രട്ടറിമാരൊക്കെ ഇപ്പോൾ ഞങ്ങളെ പാർട്ടി പരിഗണിച്ചില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് നടപ്പാണ്. ദീപ്തി മേരി വർഗീസ് കൊച്ചി കോർപ്പറേഷൻ മേയർ ആകില്ല. AI ഗ്രൂപ്പുകളും പ്രധാന നേതാക്കളും എതിരായതോടെയാണ് ദീപ്തിയെ തഴഞ്ഞത്. മേയർ പദവി VK മിനിമോളും ഷൈനി മാത്യുവും 2.5 വർഷം വീതം പങ്കിടാനാണ് ധാരണ. എന്തായാലും കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നമ്മളൊന്നും കണ്ടിട്ടില്ല. കാരണം കേരളത്തിൽ LDF-ന്റെ ഭരണം സംസ്ഥാനത്തും ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒരു ജാതിമത സംഘടന അവകാശവാദം പറഞ്ഞ് വന്നില്ല. ഞങ്ങൾക്ക് 5 മന്ത്രി വേണം, ഞങ്ങൾക്ക് താക്കോൽ സ്ഥാനം വേണം, ഞങ്ങൾക്ക് ആഭ്യന്തരം വേണം എന്ന് പറഞ്ഞ് ഒരു ജാതിമത സംഘടനയോ മത നേതാക്കന്മാരോ രംഗത്തിറങ്ങുന്നത് കണ്ടിട്ടില്ല. ഇപ്പോൾ അതെ പഞ്ചായത്തിൽ 4 സീറ്റ് അധികം കിട്ടിയപ്പോൾ തന്നെ UDF-ന് കിട്ടിയപ്പോൾ തന്നെ ഈ അവകാശവാദങ്ങളും വീതം വെപ്പും ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അധികാരം എങ്ങാനും ദൗർഭാഗ്യവശാൽ UDF-ന്റെ കയ്യിൽ കിട്ടിയാൽ വീണ്ടും ഈ പറഞ്ഞതുപോലെ ഈ അധികാരമൊക്കെ ജാതിമത സംഘടനകൾ വീതം വെച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ഈ ഭരണത്തിൽ ഇടപെടാൻ ഈ സകല ജാതിമത സംഘടനകളും മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ കാഴ്ച വീണ്ടും കേരളം കാണേണ്ടി വരും. അപ്പോൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ മലയാളികൾ പറയാനുള്ളൂ.